ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. ചിക്കൻ നഗറ്റ്സ് ഇല്ലേ, നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനും അതുപോലെ ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ കൂടിയാണിത്. ഒരു ബൗൾ ഫുള്ള് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് ഇനി നമ്മൾ ഒരു 4-5 ഇല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വൈറ്റ് പോർഷൻ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. സൈഡ് കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ നഗറ്റ്സ് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലേവർ നന്നായിട്ട് എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ഒരു മൈൽഡ് ടേസ്റ്റ് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതാ ചിക്കൻ്റെ മിക്സ് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. നമുക്കിതൊരു ചപ്പാത്തി മാവ് പോലെയെല്ലാം ആക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു ഇതിന് അനുസരിച്ചിട്ടുള്ള നനവ് മതി. ഇതിന് വെള്ളം പോലെ ഉണ്ടെങ്കിൽ കുറച്ചൊരു നനവ് കൂടുതലുണ്ടെങ്കിൽ ആവശ്യത്തിന് ബ്രെഡ് ഇട്ടിട്ട് അത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവെല്ലാം കുഴയ്ക്കൂലേ, അതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ശരിക്കും ചപ്പാത്തിയുടെ മാവെല്ലാം ആക്കും പോലെ ഒരു ബോളാക്കിയിട്ട് എടുത്തു മാറ്റണം. ഇനി നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ചപ്പാത്തിയെല്ലാം പരത്തില്ലേ, ആ ഒരു ഇതിൽ വെച്ചിട്ടോ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ചിക്കൻ അതിൽ നിന്ന് വിട്ട് കിട്ടൂല. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ മിക്സ് അതിൽ വെച്ചിട്ട് ഈവനായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേ കട്ടിയാവുന്ന ആ ഒരു രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ. നമുക്ക് ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇതിൽ വേണമെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഗരം മസാല അങ്ങനെയെല്ലാം ആഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിന് ആ ഒരു ഫ്ലേവർ ഒന്നല്ല. പിന്നെ ഓരോ സ്ഥലങ്ങളിലും വേറെ വേറെ രീതിയിലല്ല നമുക്ക് കിട്ടുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലേവേഴ്സ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എക്സ്ട്രാ ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല. ഇത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ മാവ് ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളടുത്ത് ഇതുപോലെ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സൈസിലും ഇഷ്ടമുള്ള ഡിസൈനിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈവനായിട്ട് നമുക്ക് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറിലോ അങ്ങനെ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓരോ ഷേപ്പിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കുറച്ചെണ്ണം എടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ മോൾക്ക് ഹാർട്ട് ഷേപ്പ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നടക്കും. ഞാൻ അതുകൊണ്ട് അവൾക്ക് സ്പെഷ്യലായിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ സ്ക്വയറിലാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇതുപോലെ എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ ബ്രെഡൊക്കെ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ എന്തൊരു ക്യൂട്ടാല്ലേ. ഇത് ചിക്കനാന്ന് പറയുകയില്ല. അതിനുശേഷം ബാക്കിയുള്ളത് ഞാൻ മിക്സ് ചെയ്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. മാവ് ലൂസ് ആവരുത്, കുറച്ചൊരു കട്ടി വേണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോവും. ഇതൊരു തിക്കായിട്ട് അധികം തിക്കും ആക്കരുത്.
ഒരു നോർമൽ തിക്നെസ്സിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു പോയിട്ടുണ്ട്. മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്നും രാവിലെ ഒരു ടെൻഷനാണ്. എന്തൊക്കെയാണ് അവൾ കഴിക്കുക, അവൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക, എന്തൊക്കെ പോകുമ്പോൾ കൊടുക്കുക, അങ്ങനത്തെ ഓരോരോ ടെൻഷനാണ്. അപ്പോൾ ഞാൻ രാത്രി തന്നെ കിടക്കുമ്പോൾ പ്ലാൻ ചെയ്യും, ലഞ്ച് ഇതാണ് കൊടുക്കുക, സ്നാക്സ് ഇതാണ്. അപ്പോൾ സ്നാക്സൊക്കെ ഇങ്ങനത്തെ ഏതെങ്കിലും ഐറ്റംസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഫ്രൈ ചെയ്യേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാം. 2 മക്കളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓരോ ട്രിക്കൊക്കെ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാൻ കഴിയുള്ളൂ. പിന്നെ അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ കൊടുത്തു വിടുക. കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇത് നമ്മുടെ നഗറ്റ്സിൽ ആ ചിക്കൻ ഇല്ലേ, അത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സാണ്. പാലൊഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുട്ട മാത്രമായാലും മതി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ 2 ബ്രെഡും നമ്മൾ ആദ്യം എടുത്ത ബ്രെഡിൻ്റെ സൈഡില്ലേ കട്ട് ചെയ്ത് അതും കൂടി പൊടിച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കൂടി എടുത്താൽ നമുക്കത് വേസ്റ്റായി പോവില്ല. ഇനി നമുക്ക് ഒരുപാട് പണികളൊന്നുമില്ല. ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ ഡിപ്പ് ചെയ്യുക, അതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ എടുത്തു വെക്കാം. ശരിക്കും നമ്മുടെ ഈ നഗറ്റ്സ് ചിക്കൻ നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും, ഇങ്ങനെ പച്ചയ്ക്കുള്ള ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന്. നമ്മൾ വളരെ തിന്നായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി വരും. അതുകൊണ്ട് നന്നായി വെന്തും വരും. ഇതാ നമ്മൾ എല്ലാതും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രീസറിൽ. എയർ കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് നന്നായി മൂടിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പറ്റ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ വേഗം എണ്ണ ഒടിക്കും. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് വേവില്ല. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ലെവലിലുള്ള തീയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഈ ചിക്കൻ റോളും അതുപോലെ തന്നെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കൂലേ, ഇതിനതുപോലെ ഒരുപാട് കരിഞ്ഞൊന്നും പിടിക്കില്ല. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നമ്മൾ വേവിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ നന്നായി സെറ്റായിട്ടില്ലെങ്കിൽ ഇതുപോലെ സ്ക്വയറിൽ കിട്ടൂല, ഇത് ഒരു ലൂസായിട്ടിരിക്കും. അതിനാണ് ബ്രെഡ് ക്രംസ് കൂടുതൽ കൂട്ടിയിട്ട് നമ്മൾ ബാറ്റർ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. ആദ്യം ഇട്ടിരിക്കുന്ന ഇത് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി എണ്ണയിൽ നിന്നും മുക്കി കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് എല്ലാം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനൊക്കെ ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ സോസോ മയോണൈസോ ഏത് ഡിപ്പ് വേണമെങ്കിലും ഇതിന് നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ സോസാണ് എടുത്തിരിക്കുന്നത്, മയോണൈസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോസ് ഡിപ്പ് ചെയ്തിട്ടാണ്. ഇതാ നല്ല ക്രഞ്ചിയാണ്, പുറത്ത് നല്ല ക്രഞ്ചിയാണ്, ഉള്ളിലെ ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.